അസ്സലാമലൈക്കും. സുഖല്ലേ എല്ലാവർക്കും? പിന്നെ വേപ്പിന്റെ ഇല ഉണ്ട് കുറച്ച്. അപ്പൊ അതിന് ചാണകം ഇടുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ കുടുംബൊക്കെ കയറി ചാണകം ഇടുന്ന പരിപാടിയാണ് ട്ടാ. നിങ്ങളെ വെറുപ്പിക്കാതെ ചാണകമൊക്കെ കാണിച്ചിട്ട് ഇൻഷാ അള്ളാ. ഞാൻ ഇട്ടെന്നാല് ആദ്യം ഇതില് കുറച്ച് കോരിങ്ങാണ്ടേ പിന്നെ എനിക്ക് ചാണകം ഇടണ്ട ട്ടാ. അതുകൊണ്ട് കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ചിങ്ങനെ ഇങ്ങനെ ചാരി കൊടുത്താൽ മതി. ഇല്ലേ? അങ്ങനെ കൂട്ടാനൊന്നും ചിന്തയില്ല. ഇതിന്മൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഭ്രാന്താണ്. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് എന്തായാലും വേണ്ടി ഞാൻ കൊടുക്കും. പിന്നെ ഇതിന് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? കാരണം മുമ്പ് കടിക്കാനൊക്കെ മുമ്പാണ് ഞാൻ എടുത്ത മുമ്പില്ലേ, അതാണ് കാണുന്നത്. ശരിക്കും ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മഴക്കാലമായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ ഉണ്ട് ആ ഈ കട്ട കുറച്ച് രണ്ട് മുളക് പരിപാടി. മുളക് ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ഒന്നും കായ്ക്കുന്നില്ല, എന്നാലും കുറച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ എടുക്കലില്ല ഞാൻ ഇപ്പൊ എടുത്തു കഴിഞ്ഞാല് അതിനൊരു ഇത് കിട്ടില്ല. കണ്ടില്ല, കുറച്ച് എടുക്കുക. സൂം ചെയ്തിട്ട് കാണിച്ചൊക്കെ വെള്ളതൊക്കെ സൂം ചെയ്തിട്ട് കാണിച്ചു. കണ്ട കുറച്ച് ഉണ്ട്. ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര ഇല്ലാതാണ്. അതിന് ഞാനേ ചാണകം തന്നെ എടുത്തു കൊടുക്കുന്നത്. നമുക്ക് വേറെ ആരും ഇട്ട് കൊടുക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇത് ഭ്രാന്താണ്. നെജിസ്റ്റാണല്ലേ നെജിസ്. എവിടെ ഇവിടെ എന്തെല്ലാം കേൾക്കാറല്ലേ, ഇത്രയൊക്കെ മതിയല്ലേ, കൂടുതലൊന്നും വേണ്ടല്ല. നീ വാ. അടിയിൽ കുറച്ചിട്ട് കൊടുക്കാം. അടി സത്യം പറഞ്ഞ റിയാത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറയുന്നു. ഇതേമാതിരി ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതൊക്കെ ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതായി ഒന്നും കൂടെ ഉണ്ട്. ഇത് വളരുന്നുണ്ട്, പക്ഷെ എന്താ അറിയില്ല. ഇതിന്റെ മേലെ ഇങ്ങനെ കണ്ടില്ലേ, എത്ര ഒന്ന് സൂം ചെയ്താടി. ഇതിന്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഈ ഉറുമ്പുകൾ വന്നിട്ടേ, നമ്മള് ഇത് വളരാൻ വേണ്ടിട്ട് മുളക് കറിവേപ്പിൻ്റെ വളരാൻ വേണ്ടിട്ട് ഇതിന്റെ ഈ മേൽഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങനെ തളിർക്കലാണ്. സാധാരണ കറിവേപ്പിൻ്റെ ഒരു ഇത് അങ്ങനെയാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് പിന്നെ രണ്ടെണ്ണം വന്നിട്ട്, ഇത് സൂം അല്ലേ, രണ്ടെണ്ണം തളിർത്ത് വരും. പക്ഷെ അതിന്മേൽ ഉറുമ്പ് വരും. അതെന്താണ് കാരണം എന്ന് അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല, അത് എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ വന്നിട്ട് ആ ഉറുമ്പിനെ ഇങ്ങനെ തട്ടി കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് സത്യത്തില്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിനും കൂടി എടുത്തിട്ട് നമ്മള് തൽക്കാലം നമ്മള് ഇവിടെ ഈ വളം ഇടുന്ന പരിപാടി നമുക്ക് നിർത്താട്ടാ. എന്നാ ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ആരും സപ്പോർട്ട് ചെയ്യണില്ല. ഒന്ന് ലൈക്ക് അടിക്കണോണ്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോണേ, ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. ഓക്കെ, ശരി.